എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇത് ഡയമണ്ട് ആണോ? അത് ഒറിജിനൽ ഡയമണ്ട് ആണെങ്കിൽ നമ്മളിങ്ങനെ കയ്യിൽ തരുമോ? ഓൾറെഡി ചേട്ടന്റെ മാരേജ് ലൈഫ് കണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണോ കല്യാണം കഴിച്ചത്? കല്യാണം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ നടക്കുമ്പോ നീ ഒന്നും നാന്നടാ കല്യാണം കഴിച്ചൊരു പെൺകൊന്തനായി പോയെന്നുള്ള പറയുന്നില്ല. ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഏത് സമയവും ഉണ്ടാവും വാല് പോലെ. സത്യങ്ങളൊക്കെ പുറത്തു വരുന്നത് നിങ്ങൾ കാണുന്നതല്ല. അല്ല, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലല്ലോ പണ്ട് ഇവൻ അങ്ങനെയേനു ഇപ്പൊ ഇവൻ തന്നെ പറഞ്ഞല്ലോ. ഇപ്പൊ ഏറ്റവും പുതിയൊരു വിശേഷം, ഒരു കുഞ്ഞു അതിഥി കൂടി വരാൻ പോവാണ്. അപ്പൊ എത്ര എക്സൈറ്റഡ് ആണ്, പറയൂ. അവിടെ കാണാനുള്ള തിരക്കിനല്ല ഇപ്പൊ ഓടി പിടിച്ച് നാട്ടിലേക്ക് വന്നത്. ഫസ്റ്റത്തത് ഒരു ബോയ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആഗ്രഹമുണ്ട്, അടുത്തത് എനിക്കൊരു പെൺകുട്ടീനെ വേണം, ഇങ്ങനെ കൊഞ്ചിച്ച് ഒരുക്കിയൊക്കെ നടത്തണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ? അങ്ങനെ ചെറുതായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ ഏതായാലും ബോയ് ആയാലും ഗേൾ ആയാലും ഒരു വർഷമായാലും കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ കേട്ട് മടുത്ത ഒരു ചോദ്യം, പ്രഗ്നന്റ് ആണോന്നായിരിക്കും. പൊതുവെ യൂട്യൂബിലുള്ള ആൾക്കാർക്ക് വളരെ കുറെ റവന്യൂ കിട്ടാറുണ്ട്. ഈ ലക്ഷങ്ങളൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് വെക്കുന്നു? വേറെ തന്നെ റൂമെല്ലാം ആക്കിയിട്ടുണ്ട്. കല്യാണ ശേഷം നിങ്ങളുടെ വൈഫ് നിങ്ങൾക്ക് ആദ്യമായിട്ട് സ്വയം കുക്ക് ചെയ്ത് തന്ന ഫുഡ്? ഞാൻ ഉമ്മ എഴുതിയ വീട്ടുകാരോട് പറയാതെ ആദ്യം ട്രിപ്പ് പോയ പ്ലേസ് നിങ്ങൾ രണ്ടും? അറിയില്ല, ഞാൻ കൊല്ലും. നിങ്ങൾ ഇതുവരെ ട്രിപ്പ് പോയതില് നിങ്ങളുടെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? കണ്ണൂരിൽ നിന്ന് ഇറങ്ങിയില്ല. കല്യാണ ദിവസം ഭാര്യ ധരിച്ച ബ്ലൗസിന്റെ കളർ? റെഡ്. റെഡ്. ഇവിടെ നമ്മള് ചന്ദ്ര കളർ ഇതാ എടുത്തിട്ട്. വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്റെ കയ്യിൽ എന്താണ് ഗൈസ്, കേരളത്തിൽ ആകെ 3 പേർക്കാണ് ഡയമണ്ട് പ്ലേ ബട്ടൺ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതിലൊരു ഫാമിലിയുടെ കൂടെയാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത്. കാണുന്ന പോലെയുള്ള നല്ല വെയിറ്റ് ആണ്, ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഇത് പിടിച്ചിട്ടുള്ളത്. സോ ഫാമിലി ആരാന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഹൈലൈറ്റ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി വെറുപ്പിക്കുന്നില്ല. നമ്മുടെയൊക്കെ സ്വന്തം സംഗീത് കുമാർ ആൻഡ് ഫാമിലിയാണ്. ഹായ് ഗൈസ്. ഇത് എങ്ങനെ നിങ്ങൾ പൊക്കിക്കൊണ്ട് വന്നു? ഇത് പാർസൽ വന്നല്ലേ? ഇത് ഓപ്പൺ ചെയ്തപ്പോ ഇത്ര വെയിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചാ? അതിന് അത്യാവശ്യം വെയിറ്റ് എന്റെ അഭിപ്രായത്തിൽ നല്ലതാണ്. കാരണം കുറച്ച് പണിയുണ്ട്, അപ്പൊ അതിന് കുറച്ച് വെയിറ്റ് കിടന്നോട്ടെ. കഷ്ടപ്പാടിന്റെ വെയിറ്റ് ആയതെന്നൊക്കെ അതായിരിക്കും. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇത് ഡയമണ്ട് ആണോ? ഒറിജിനൽ ഡയമണ്ട് ആണെങ്കിൽ നമ്മളിങ്ങനെ കയ്യിൽ തരുമോ? ഇല്ല, എന്നാലും ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ? എന്നാലും ഏകദേശം ഡയമണ്ട് പോലെ തന്നെ നമുക്കത് ഒറിജിനൽ ഡയമണ്ട് കൊടുക്കുന്നില്ല. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. അത് ബാക്കി പ്ലേ ബട്ടൺ പോലെയല്ല, ബാക്കിയെല്ലാം ഗോൾഡൻ പ്ലേ ബട്ടൺ ആയാലും അത്യാവശ്യം വലിപ്പം ഉണ്ടെങ്കിൽ അതിനത്ര വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട്. നമുക്കത് ഫസ്റ്റ് എടുത്തപ്പോൾ നല്ല ഫീൽ ചെയ്തിരുന്നത്. ഈ ഒരു ഇതിലേക്കുള്ളൊരു ജേർണി അത്ര ഈസി ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഷോർട്ടാക്കി പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഡയമണ്ട് പ്ലേ ബട്ടൺ വരെയുള്ള നിങ്ങളുടെ ജേർണി? ഞാനിപ്പോ അത് പറയുന്നതിന് മുന്നേ തൊട്ട് മുന്നേ നമ്മളൊരു കഴിഞ്ഞൊരു ഇന്റർവ്യൂ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആദ്യം തന്നെ നമ്മളാരാന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സംഗീത് കുമാർ എന്ന് അടിച്ചാൽ മതി. അത് എളിമയായിട്ടില്ല, കാരണം നിങ്ങളുടെ ചാനലിൽ കുറെ പേർക്ക് നമ്മളെ അറിയാത്തവരുണ്ടാവും. അപ്പൊ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഇതന്നെ പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവരോട് മാത്രമാണ് സംഗീത് കുമാർ എന്ന് അടിച്ചാൽ മതി, നമ്മളെ ചാനൽ ഏതാണെന്ന് തിരിയും. അപ്പം തിരിയുന്നെല്ലാം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ കണ്ണൂരായാട്ടോ, അപ്പൊ നമ്മളെ ചില സംസാരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും. അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേക്കോട്ടെ. ബാക്കി ഓക്കെ. ബാക്കി ഇനി ഇവര് ചോദിക്കുന്നതിനുള്ള ഉത്തരം നമ്മൾ പറയട്ടോ. എന്താലേ ഇത്ര ഫാൻസും ഫോളോവേഴ്സും ആൾക്കാരുടെ എളിമ അത്ര വേണ്ട, ഇത് എളിമയൊന്നല്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോണ്ട് പറഞ്ഞു. ഇല്ലെങ്കിൽ കുറെ പേര് കമന്റിൽ വരും നമുക്കറിയാം ഉറപ്പായിട്ടും. കാരണം നമ്മളും ഒരുപാട് ഇതേപോലെ ചാനലുകൾ കാണുന്നതാണല്ലോ, അതുകൊണ്ട് പറഞ്ഞത്. പക്ഷേ ജേണി പറയൂ.
എങ്ങനെ ഉണ്ടായിരുന്നു ഈ യൂട്യൂബിലേക്ക് വന്നതാണോ പറയാ? ഈ ഒരു സാധനം കയ്യിൽ കിട്ടുന്ന ആ ഒരു മൊമെന്റ് വരെ ഭയങ്കര അത്ര ഈസി അല്ലായിരുന്നല്ലോ. കുറെ കടമ്പകളൊക്കെ കടന്ന് കുറെ ഇങ്ങനെ ലൈക്കും കമന്റ് ഒക്കെ നോക്കിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ലേ ഒരു വീഡിയോ ഇടുമ്പോ? എല്ലാ ദിവസവും കമന്റും കാര്യങ്ങളെല്ലാം വായിക്കുന്നുണ്ട്. പക്ഷെ റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ടൈമിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എന്നാലും മാക്സിമം കമന്റുകൾ എല്ലാം വായിക്കാറുണ്ട്. ആദ്യമൊക്കെ എല്ലാത്തിനും ലൈക്ക് അടിച്ചു വിടലുണ്ടായിരുന്നു. ഇപ്പം പരമാവധി അതും നോക്കലുണ്ട്. പക്ഷെ ടൈമിന്റെ ചെറിയ പ്രശ്നം കൊണ്ട് എപ്പോ നടക്കില്ല. പിന്നെ ഇതിലേക്ക് വന്നതെന്ന് പറയുമ്പോ ഇപ്പം നമ്മളിപ്പം ഫസ്റ്റ് ടിക്ടോക്ക് അല്ല ഡഫ്മാഷ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിനുശേഷം നമ്മള് ഫേസ്ബുക്ക്, ടിക്ടോക്ക് എല്ലാം തുടങ്ങി ഓരോന്നായിട്ട് വന്ന് ടിക്ടോക്ക് ക്യാൻസൽ ആയപ്പോൾ നേരെ ഇൻസ്റ്റയിൽ വന്ന് ഇൻസ്റ്റയിൽ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ ഷോർട്സിന്റെ പരിപാടി തുടങ്ങി. അപ്പോൾ അത്രയും നാള് പിന്നെ ടിക്ടോക്കിലും ഇൻസ്റ്റയിലൊക്കെ ഇട്ട ഷോർട്സ് ആ ടൈപ്പ് വീഡിയോകൾ യൂട്യൂബിൽ ഇട്ടു. അങ്ങനെ കയറി വന്നു. യൂട്യൂബ് നമ്മൾ സ്റ്റാർട്ട് ആകുന്ന സമയത്ത് യൂട്യൂബിൽ ഷോർട്സ് ഉണ്ടായിട്ടില്ല. യൂട്യൂബിന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമ്മൾ 20K ആയപ്പോഴാണ് യൂട്യൂബിൽ ഷോർട്സ് ആയ ഒരു ഓപ്ഷൻ വന്നത്. അത് വന്നപ്പോൾ നമ്മുടെ അടുത്ത് ഓൾറെഡി ഒരു 1000-ഓളം വീഡിയോ ഏകദേശം നമ്മുടെ ടിക്ടോക്കിൽ ഇട്ട വീഡിയോസ് ഉണ്ടായിരുന്നു. ഒരു 800-ൽ മേലെ വീഡിയോസ് ഉണ്ടായിരുന്നു. 800 പറഞ്ഞു കൂടിപ്പോയാൽ ടിക്ടോക്കിൽ 700-ഓളം വീഡിയോ ഇട്ടിന്. ടിക്ടോക്ക് ഇന്ന് ബാനാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമില്ലേ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പം ബാനാവും. അതുകൊണ്ട് 730 ചില്ലറ അങ്ങനെ ആ ഒരു ടൈം ആകുമ്പോഴാണ് അപ്പൊ അത്രയും വീഡിയോസ് നമ്മുടെ അടുത്ത് കയ്യിലുണ്ടായിരുന്നു. അത് ഡിലീറ്റ് ചെയ്യാണ്ട് വെച്ചായിരുന്നു. അപ്പൊ എന്താക്കി ഷോർട്സ് വന്ന സമയത്ത് നമുക്ക് വീഡിയോനൊരു പഞ്ഞുണ്ടായില്ല. അതെടുക്കുക ഇതിലേക്ക് ഇടുക അങ്ങനെയുള്ള ആയതുകൊണ്ട് ഷോർട്സ് ഇടാൻ തുടങ്ങിയപ്പോൾ അക്കൗണ്ട് കയറി അങ്ങ് റീച്ച് ആവാൻ തുടങ്ങി. നല്ല രീതിയിൽ അങ്ങ് റീച്ച് ആവാൻ തുടങ്ങി. ഞാനിതെല്ലാം പറയുന്ന സമയത്ത് ഈ മൈക്കിന്റെ കൊണ്ടൊക്കെ ഇരുന്നിട്ട് ഞാനിതെല്ലാം എന്റെ സംസാരം തിരിയുന്നുണ്ടാവില്ല. മൈക്കിന്റെ അടുത്തിരുന്നു കേട്ടോ. ഇത് മിക്കവാറും ഉണ്ടല്ലോ ട്രോള് നല്ല കിട്ടാൻ ഗൈസ്. ആക്ച്വലി ഇത് കയ്യിൽ വെച്ചിട്ട് ഈ ഇന്റർവ്യൂ ഫുൾ കൊണ്ടുപോകുന്നത് വളരെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്റെ ശരീരത്തിന് ഇത് തുമ്പി കല്ലെടുക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പൊ ഇതിന്റെ വെയിറ്റ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതിന്റെ ആൾക്കാർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഒരാളോട് സീരിയസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വേറൊരാൾ ഇരുന്നിട്ട് ഇങ്ങനെ മൈക്കിൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുകുട്ടൻ അല്ലേ? തൻ്റെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ട്. അതിന് മുന്നേ ഈ ഫാമിലിയിൽ എനിക്ക് പെട്ടെന്ന് വളരെ ഞാനിങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കിയൊരു സാധനം എന്താണെന്ന് വെച്ചാൽ 2 ബ്രദേഴ്സിന്റെ വൈഫുമാരുടെ പേരും സെയിം ആണ് അല്ലേ? അതെങ്ങനെ നിങ്ങൾ ഒപ്പിച്ചെടുത്തു? അതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല. കാസർഗോഡ് ഭാഗത്ത് നമ്മളൊരു ഓഡീഷൻ വെച്ചാൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ വെച്ച് കാസർഗോഡ് നിന്ന് കിട്ടി അല്ലേ? അതെല്ലാം അങ്ങനെയാണ് സംഭവിച്ചു പോവുകയാണ്. ഇപ്പൊ എന്താ പറയാ, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അല്ലേ? ലവ് മാരേജ് ആയിരുന്നു. സാധാരണ ജാതകം ചേർക്കാൻ നോക്കുന്നത് നമ്മൾ പേര് ചേർക്കാൻ നോക്കിയത്. അപ്പം ഈ പേര് നിങ്ങൾ വിളിക്കുമ്പോണ്ടല്ലോ മാറിപ്പോവാറുണ്ടോ? ഇപ്പൊ ഇദ്ദേഹത്തിന് വിളിക്കുമ്പോ ആള് വരാറുണ്ടോ? അമ്മയോടെ ചോദിക്കേണ്ടത്. നമ്മളുണ്ടാവും നമ്മളങ്ങനെ വേറെ വേറെ പേരില്ല. അങ്ങനെ വിളിച്ചിട്ടില്ല. വലിയ ലക്ഷ്മി, ചെറിയ ലക്ഷ്മി, അങ്ങനെ മാറിപ്പോവാറൊന്നുമില്ലല്ലേ? പണ്ടേ വിളിക്കുന്ന രേഷു, ഞാൻ വിളിക്കുന്ന അല്ല, വീട്ടിൽ നിന്ന് വിളിക്കുന്നത് രേഷൂട്ടി എന്നാണ് വീട്ടിൽ നിന്നെല്ലാം വിളിക്കുന്ന പേര്. ആ ഊട്ടിന്ന് ഞാൻ കൂട്ടില്ല, അത് ചെറുപ്പത്തിൽ വിളിച്ചോണ്ടുന്ന പേരാണ്. വീട്ടിൽ നിന്നെല്ലാം ഇപ്പൊ ഇവളെ അച്ഛനായാലും എല്ലാരും വിളിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നമ്മള് രേഷു എന്നാ വിളിക്കല്. അപ്പം ആ ഒരു വ്യത്യാസം നമുക്കുണ്ട്. പുറമേന്ന് വരുന്നത് രേഷ്മ രണ്ടുപേരെ രേഷ്മ. ഓക്കെ, ഇപ്പൊ ഏറ്റവും പുതിയൊരു വിശേഷം, ഒരു കുഞ്ഞു അതിഥി കൂടി വരാൻ പോവാണ്. അപ്പൊ എത്ര എക്സൈറ്റഡ് ആണ്, പറയൂ. കാണാനുള്ള തിരക്കിനല്ല ഇപ്പൊ ഓടി പിടിച്ച് നാട്ടിലേക്ക് വന്നത്. അടുത്ത മാസമാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഒരു മിനിറ്റ്, ആഗസ്റ്റ് ഫസ്റ്റ് വീക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം വെയിറ്റിംഗിലാണ് നമ്മളെല്ലാവരും. ഇപ്പൊ ഫസ്റ്റത്തേത് ഒരു ബോയ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആഗ്രഹമുണ്ട്, അടുത്തത് എനിക്കൊരു പെൺകുട്ടീനെ വേണം, ഇങ്ങനെ കൊഞ്ചിച്ച് ഒരുക്കിയൊക്കെ നടത്തണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ? അങ്ങനെ ചെറുതായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ ഏതായാലും ബോയ് ആയാലും ഗേൾ ആയാലും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഒരു ബോയ് ആകുമ്പോ ഒരു ഗേളിനെ വേണമെന്നുണ്ടാവുമല്ലോ. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? അങ്ങനത്തെ ഒരു ആഗ്രഹവും ഇല്ല. അവർക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു കുട്ടി ഇങ്ങോട്ട് വന്നാൽ ഓക്കെ. ഇപ്പൊ ബേബിനെ കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അടുത്ത മാസമാണ് ഡേറ്റ്. അമ്മമ്മ എന്ത് ബേബിനെ പ്രതീക്ഷിക്കുന്നത്?
അങ്ങനൊന്നുമില്ല. നല്ല ഉണ്ട്, ആ പെൺകുഞ്ഞു വേണമെന്നുണ്ട്. ആ ഇഷ്ടാണ് ഇങ്ങനെ ഒരുക്കിയൊക്കെ നടത്താൻ. നല്ല രസല്ലേ? അയ്യോ, ഇവിടെ ഒരാള് രംഗണ്ണന്റെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് വന്നിരിക്കട്ടാ. ഇപ്പൊ നിങ്ങളിപ്പം മാരേജ് കഴിഞ്ഞിട്ട് 1 വർഷം ആവണം. 1 വർഷം. ഏറ്റവും കൂടുതൽ കേട്ട് മടുത്തൊരു ചോദ്യം എന്തായിരിക്കും? ഇപ്പൊ 1 വർഷമായാലും കല്യാണം കഴിഞ്ഞിട്ട്, അപ്പൊ ഏറ്റവും കൂടുതൽ കേട്ട് മടുത്ത ഒരു ചോദ്യം പ്രഗ്നന്റ് ആണോന്നായിരിക്കും. എന്ത് വിശേഷം ഒന്നും വേണ്ടേ? അതാ നമ്മളെ രേഷ്മ പ്രഗ്നന്റ് ആയി എന്ന് പറയുമ്പോ എല്ലാവർക്കും ഉണ്ടാവും തെറ്റിദ്ധരിച്ച് അങ്ങനെ പ്രശ്നമുണ്ട്. അതൊന്ന് വ്യക്തമായ റിപ്ലൈ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ബ്ലോഗായിട്ട് എടുത്തിട്ട് തന്നെ അങ്ങ് കൊടുത്തു. ഇല്ലെങ്കിൽ ശരിയാവില്ലോ. എനിക്ക് എന്ത് ഡ്രസ് ഇടുമ്പോ വയറാന്ന് എല്ലാരും നോക്കുക. ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് വയറ് കുറച്ച് ഞാൻ വെച്ചതാ. നിങ്ങളുടെ എങ്ങനെ ലവ് മാരേജ് ആയിരുന്നോ? ഈ കറക്റ്റ് പേരൊക്കെ വന്ന് സെറ്റ് ആയിട്ട് പേരുള്ള നമ്മളങ്ങനെ എന്താ പറയണ്ടേ, അതങ്ങനെ സംഭവിച്ചപ്പോഴാ വന്ന്. അപ്പൊ ലവ് മാരേജ് അല്ല. ലവ് മാരേജ് കണ്ടിട്ട് അറിയായിരുന്നു. കണ്ടിട്ട് അറിയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എനിക്ക് അറിയുന്ന ഒരു വീട്ടിൽ ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ വീട്ടിലെന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഒന്ന് വിളിച്ചിട്ട് ഇവിടെ മാമിനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു താല്പര്യം വന്ന് കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിൽ അങ്ങനെ പോയി കണ്ടു, സംസാരിച്ചു, കുടുംബക്കാർ പോയി കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതാ അനുഭവിക്കുന്നു. ആണോ അനുഭവിക്കുന്നത്? എന്താന്ന് അറിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. സിംഗിളായിട്ട് സഹിക്കുന്നില്ല. ഞാനിടുന്ന കാര്യങ്ങളങ്ങനെ എല്ലാം കൂടി നമുക്ക് സമാധാനമായി ആശ്വാസമായി. ചേട്ടന് ഇങ്ങനെ മനഃപൂർവ്വം നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചാണോ? അങ്ങനെ തോന്നിയോ? അങ്ങനെ നിർബന്ധിക്കുന്ന എനിക്ക് കരച്ചിലായിരുന്നു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ കിടന്നല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ആ, വീഡിയോസില്. നാണം. ഞാൻ 2-3 വീഡിയോ വരെ ഇറക്കി കല്യാണം പേര് ഇങ്ങനെ എന്നിട്ട് ആയിരിക്കും ഒരു കണ്ടന്റ് ആക്കിയിട്ട് അണക്ക അയച്ചു തരും ഇങ്ങനെ. അപ്പൊ സംഭവം തന്നെ ഇതേപോലെ അമ്മ കല്യാണം അങ്ങനത്തെ ഒരു 1-2 വീഡിയോസ് എല്ലാം ഉണ്ട്. മുന്നത്തെ കല്യാണത്തിന് മുന്നേയുള്ള വീഡിയോ വന്നാൽ മനസ്സിലാവും. അങ്ങനത്തെ കണ്ടന്റ് വരെ ഇവനെ ഇറക്കി. അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇവിടെ മറ്റേ എഴുതി നടക്കുമായിരുന്നു, മറ്റേ എന്നെ കെട്ടിക്കൂ എന്ന് പറഞ്ഞ പണ്ടത്തെ ഒരു സാധനം. കല്യാണം കഴിയാൻ വേണ്ടിട്ടേ വീട്ടുകാർ കാണാൻ വേണ്ടിട്ട് മറ്റേ NAKTQ എന്ന് പറഞ്ഞൊരു സാധനം വീട്ടിലെഴുതി ഒട്ടിക്കുക. അപ്പൊ എന്നെ കെട്ടിക്കൂ എന്നുള്ളൊരു സാധനം ചീഞ്ഞ കോമഡിയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ചീഞ്ഞ കോമഡിയാണെന്ന് പ്രത്യേകം എടുത്തു പറയാൻ. ഞാൻ പറയണല്ലോ അങ്ങനെ ആയിരിക്കില്ല. ഇപ്പൊ കല്യാണം കഴിച്ചതിന് ശേഷം ഓൾറെഡി ചേട്ടന്റെ മാരേജ് ലൈഫ് കണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണോ കല്യാണം കഴിച്ചത്? കല്യാണം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? കല്യാണം കഴിയാൻ എനിക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇവിടെ പറയേണ്ടി വരും. അല്ല, സ്വയം എനിക്ക് നല്ല ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വന്നോ? പിന്നെ ഒരുപാട് മാറ്റങ്ങൾ എന്താ ഒരുപാട് കിട്ടുന്നില്ല. ഒരുപാട് മാറ്റങ്ങൾ നല്ല മാറ്റങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നീയൊന്നും നാന്നടാ കല്യാണം കഴിച്ചൊരു പെൺകൊന്തനായി പോയെന്നുള്ള അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഏത് സമയവും ഉണ്ടാവും പാല് പോലെ. അതൊക്കെ വലിയൊരു മാറ്റമായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്കുള്ളൊരു ട്രോളിനുള്ള നല്ലൊരു ഒമ്പതൊക്കെ അറിയാം പറഞ്ഞു പോകുന്നു. വളരെ നല്ല സത്യങ്ങളൊക്കെ പുറത്തെടുത്തത് നിങ്ങൾ കാണുന്നതല്ല. അല്ല, നിങ്ങൾക്കിപ്പോ മനസ്സിലല്ലോ പണ്ട് ഇവനെങ്ങനെയേനു എന്നുള്ളത് ഇപ്പൊ ഇവൻ തന്നെ പറഞ്ഞല്ലോ. ഞാൻ നോർമലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷെ ഇവന്റെ കണ്ണിൽ അത് അങ്ങനെ ആയിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ടോം ആൻഡ് ജെറി സീരീസിൽ ശരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചാണ് ഈ ടോമും ജെറിയും എന്നുള്ളൊരു പേരെന്ന് എനിക്കിപ്പോ ഏകദേശം മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങൾ. അമ്മയിലേക്ക് വരുമ്പോ അമ്മ ഭയങ്കര പാവത്തിനെ പോലെ മിണ്ടാതിരിക്കുകയാണ്. ഈ 2 രേഷ്മമാരെ കുറിച്ച് എന്താണ് അഭിപ്രായം? പറയൂ. 2 മക്കളെ പോലെയാന്ന് അറിയാം. എന്നാലും ആർക്കാ കുറുമ്പ് കൂടുതൽ ഇങ്ങനെ ഉണ്ടോ? മരുമക്കളുടെ പാവങ്ങളാ? എന്നാലും എന്തെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോ? അവര് എന്ന് പറ. എന്തായാലും ഒരുപോലെ തന്നെ വലിയ നല്ല ഒരിക്കലും അങ്ങനെ ഇത്ര വരെയും നല്ലതായിട്ട് പോകുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റീസ് എന്നാണ് ഈ 2 മരുമക്കളിലും? നല്ല ഗുണങ്ങൾ ഇഷ്ടപ്പെട്ട സ്വഭാവത്തിലൊക്കെ? സ്വഭാവത്തിലൊന്നും കുഴപ്പമില്ല. രണ്ടാക്കും നല്ല മനസ്സാന്ന് പറ. എന്നാലും അവർക്ക് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമില്ല അല്ലേ അമ്മയുടെ വായിന്ന് നിങ്ങളെ കുറിച്ച്? അതെന്താ അർത്ഥം വെച്ചിട്ടൊരു സംസാരം? ഒന്നുമില്ലേ പറഞ്ഞേ.
ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. എന്നാലും ഒരു സ്വഭാവം പറ. ഒരു രേഷ്മയുടെ ഈ രേഷ്മയുടെ ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം. ദേഷ്യം പിന്നെ എല്ലാവർക്കും മുൻകോപം ഉണ്ടാവില്ലേ? അതുണ്ടാവും. ആരെ കൂടുതൽ മുൻകോപം? ഞാൻ മൂത്തയാളെ ഇത് കളിക്കും ഇവിടെ അപ്പൊ ഓളെ ഇളയത് ഇതുണ്ടാവല്ലോ. അത് നമ്മള് ഇതുണ്ടാവല്ലോ ഇത്. നമ്മള് ചെറുത് ഞാൻ മൂത്തയാളെ ഒരു അധികാരം കളിക്കും, ഓളെ ഇളയാളെ അധികാരം കളിക്കും. പിന്നെ വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെയല്ല സംഗീത ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ കുറെ നാള് ഞാനിവിടെ കുറെ നാള് നിന്നതും ഓളിപ്പോ വന്നോട് വന്നാണല്ലോ. അപ്പൊ അവരിതുണ്ടാവല്ലോ, പിന്നെ ഇത്ര വർഷത്തിന്റെ ഒരു ഇതുണ്ടാവല്ലോ. അത് പറഞ്ഞതാ ഞാൻ. രണ്ട് ഭാര്യമാരുടെ അമ്മയുടെ ഇടയിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭർത്താക്കന്മാരാണോ നിങ്ങൾ? ഈവൻ വർഷത്തില് 2 പ്രാവശ്യം മാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ ലീവിന് വരരുള്ളൂ. അതുകൊണ്ട് അത്ര അല്ലേ? അതായത് ഇവിടെ ഫുൾ ടൈം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കിട്ടണം. നീ അനുഭവിക്കണം. കൊറേ എന്നെ കളിയാക്കിയായിരുന്നില്ലേ? കിടക്കട്ടെ, വെറുതെ പറഞ്ഞേട്ടാ, അങ്ങനെയൊന്നുമില്ല, അടിപൊളിയാണ്. അങ്ങനെയൊന്നുമില്ല, ഭയങ്കര നല്ല രീതിയിൽ തന്നെ നല്ല എന്താ പറയുക, സന്തോഷകരമായ ഒരു ജീവിതം. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം സംഭവിക്കുന്ന ഒന്നിനും ഞങ്ങൾ ഉത്തരവാദികളല്ല. എന്നെ കൊണ്ട് ബുദ്ധിമുട്ടല്ലേ വേണ്ടത്. ഇപ്പൊ നിങ്ങളിങ്ങനെ വീഡിയോസും എടുക്കുമല്ലോ, അപ്പൊ എത്ര ഇപ്പം ടോം ആൻഡ് ജെറി സീരീസ് ഒക്കെ എടുക്കുമ്പോ എത്ര സമയം, എത്ര പ്രാവശ്യം ടേക്ക് ഒക്കെ പോവാറുണ്ട്? ഇപ്പൊ ഉള്ളത് പറഞ്ഞാൽ അൻവീന്റെ ടേക്ക് എടുക്കാൻ അധികം സമയം വേണ്ട. അൻവീൻ്റെത് പക്ക എല്ലാ ഒറ്റ ടേക്ക് തന്നെ ഏകദേശം അവനോട് പറഞ്ഞു കൊടുത്താൽ തന്നെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളാണ് ടൈം പിന്നെ നമ്മളാണ് ഇപ്പൊ ടൈം എടുക്കുന്നത്. അതെന്താ? പ്രത്യേകിച്ച് ഞാനടിപൊളി, ഞാൻ ഒറ്റയിൽ തന്നെ ഞാൻ ക്ലിയർ ആക്കും. പിന്നെ ഒറ്റ ഇതാകാനാണ് ഞാൻ പറഞ്ഞത്. അത് നല്ലൊരു സാധനമായിരുന്നു കേട്ടോ. ഞാൻ മുഖത്ത് പണിക്ക് നോക്കി തരാ. അമ്മയാണ് ഏറ്റവും കൂടുതൽ ടേക്ക് പോകുന്നത്. ഏറ്റവും കൂടുതൽ പോകുന്നുണ്ടോ? ടേക്ക് പോകുന്നതല്ല, പെർഫെക്റ്റ് ആക്കി വരുന്നത് അമ്മ. പക്ഷെ ലാസ്റ്റ് കിട്ടുന്ന സാധനം അടിപൊളി സാധനം. എങ്ങനെയായാലും ഔട്ട് അടിപൊളി തന്നെ കിട്ടലുണ്ട് ലാസ്റ്റ്. പക്ഷേ അതിലിടക്ക് അത് കിട്ടാൻ വേണ്ടി മാക്സിമം പറയുകയും ചെയ്യും. അത് എടുക്കുമ്പോ വീഡിയോ ദേഷ്യപ്പെടാറുണ്ടോ? വഴക്ക് വീഡിയോ എടുക്കുമ്പോ അതേ ഇല്ലു. ആരാ കൂടുതൽ വഴക്ക് പറയുന്നേ? എടുക്കുന്ന ആള് എല്ലാ ബിഹൈൻഡ് ദ ക്യാമറ. സന്തോഷപ്പെട്ടിട്ടാണ് എല്ലാം എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചില അവസരങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതാകുമ്പോ ഇതിന്റെ ഇടയിൽ കൂടി അവസരങ്ങൾ യൂസ് ചെയ്യുന്ന ആളിതാ ഇത് രണ്ടാളും. അതെന്താ? ഏതെങ്കിലും എനിക്കൊരു അടി കിട്ടുന്ന ഒരു scene ഉണ്ടെങ്കിൽ പക്ക അടി എനിക്ക് കിട്ടുന്നുണ്ട്. എല്ലാം പറയുന്നത് എടുത്തിട്ട് ചെയ്യാം. അത് 2-3 പോരാ. അമ്മക്കിങ്ങനെ ഇവരിങ്ങനെ വീഡിയോ എടുക്കാൻ വരുമ്പോഴേ ഇപ്പൊ കൊറേ ഫാൻസ് ആയല്ലോ. പുറത്തൊക്കെ പോകുമ്പോ ഇപ്പം അമ്മയുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവല്ലോ, അവരുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഷൈൻ ചെയ്ത് കൊറേ ഫാൻസ് ഒക്കെ ഉണ്ടാവും. ഫ്രണ്ട്സ് ഇവര് ക്ലാസ്സിനെല്ലാം പോകുന്ന സമയത്ത് ക്ലാസ്സിൽ പോരണോ? ഞാനെന്താ പറയുന്നത്, പാവം വീട്ടിൽ തന്നെ ഇരിക്കുന്ന അമ്മക്ക് എന്ത് വേണം ഫ്രണ്ട്സ്. അയൽവാസികളോ അങ്ങനെ ഉണ്ടാവില്ല, നാട്ടുകാരില്ലേ? ആ വീട്ടിലെ ചേച്ചിയൊക്കെ ഒരു ഡെയിലി വന്ന് സെൽഫി എടുക്കുന്നുണ്ട് രാവിലെ വൈകുന്നേരം. ഇവിടെ ക്യൂ ആന്ന് കേട്ടു. നിങ്ങള് രേഷ്മ അമ്മു ഞാൻ അമ്മു അമ്മയോ രേഷ്മ അല്ല, ഇവരുടെ പെറ്റ് നെയിം എന്തായിരുന്നു? അമ്മു രേഷു. നിങ്ങൾക്ക് കുറെ ഫാൻസ് ഒക്കെ ഉണ്ടാവല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കുറെ ഫാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ ഇവരുടെ മാർക്കറ്റ് ഇടിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റ് ഇടിഞ്ഞു. പക്ഷെ നിങ്ങൾ നല്ല സുന്ദരി മണികൾ. നിങ്ങളുടെ ഫാൻസ് ഒക്കെ എന്ത് പറയുന്നു? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാ? ഇവരില്ലേ രേഷ്മ. ഞാനിപ്പോ കൊറേ അഭിനയിച്ച് തകർക്കുന്നുണ്ടല്ലോ. മറ്റോളോ ചെറിയോളോ. നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? കൊറേ ആള് ഇഷ്ടാണ്, ചേച്ചിന് ഇഷ്ടാന്ന് വീഡിയോ എല്ലാം നല്ല രീതിയിൽ നല്ല മനസ്സിലെടുക്കും. എല്ലാരും ഒരാളല്ല, എല്ലാരും പറയും ഫാൻ എന്നുള്ള ഇഷ്ടം. എല്ലാരും ഇഷ്ടമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് വരുന്നുണ്ട് അങ്ങനത്തെ ഒരു മെസ്സേജ്. കണ്ടോ, ഇവർക്ക് മെസ്സേജ് വരുന്നുണ്ട്. നമ്മൾ ചെന്ന് ബോയ്സിന്റെ
ഗേൾസിന്റെ അല്ല, വരുന്ന ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ ഇൻസ്റ്റയിൽ വന്നിട്ട് നല്ലൊരു മെസ്സേജ് അയക്കും. ചില വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങള് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലോ എന്ന് നോക്കാൻ വേണ്ടിട്ടായിരിക്കും അയക്കലുണ്ട്. പറ്റുന്നതിന് റിപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണാറുണ്ട് ഇവർക്ക് വന്ന മെസ്സേജസ് ഒക്കെ? അല്ലെങ്കിൽ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ടോ? മെസ്സേജ് ഒന്നും നമ്മൾ നോക്കാറില്ല. വലിയ അവർക്കും വരും, എന്തായാലും വരുമല്ലോ. ഇതിന് നമ്മള് മെസ്സേജ് എല്ലാം എടുത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോസിറ്റീവ് ആകാറുണ്ടോ? അയ്യോ അപ്പൊ എന്തോ ഉണ്ട് പറ. അങ്ങനത്തെ പ്രശ്നം മെസ്സേജ് ഒന്നും എല്ലാവർക്കും ഉണ്ടാവില്ല, അത്രയും വലുതായിട്ട് ഞാൻ ഇതുവരെ മെസ്സേജ് ഒന്നും എടുത്ത് നോക്കിയിട്ടില്ലേ. വേണമെങ്കിൽ ഒന്ന് നോക്കി നോക്കിയാലും പ്രശ്നം ആവണ്ട കഴിച്ച് നോക്കാണ്ടിരിക്കുന്നത്. എന്തെല്ലോ പറഞ്ഞു പോകുന്നുണ്ട്, ഞാനൊന്നും കേട്ടില്ല. എന്തെങ്കിലും നോക്കലില്ല, മെസ്സേജ് നോക്കലില്ല, വെറുതെ എന്തിനാ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾ തല്ലി തീർത്തോ ഞങ്ങൾ പോയിട്ട്? നിങ്ങൾ ഈ കണ്ടന്റ് ആരാ കൂടുതലും ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്നേ? രണ്ടാളും എന്താ സംഭവം എന്ന് പറഞ്ഞാല് എനിക്കിപ്പോ എടുക്കാനുള്ള സാഹചര്യം കുറവാണ്. കൂടുതലായിട്ട് എടുക്കലും എഡിറ്റിംഗും പരിപാടിയെല്ലാം ഇവൻ തന്നെയാണ്. കിട്ടുന്ന ടൈം ജോലി കഴിഞ്ഞ് വന്നിട്ട് കിട്ടുന്ന ടൈമിനാണ് ഈ പരിപാടിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ കണ്ടന്റും കൂടി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഞാൻ തന്നെ ചെയ്യണം. മാക്സിമം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കലുണ്ട്. അപ്പൊ ഇതിന് ബാക്കിയുള്ള എളുപ്പമാണ്. എല്ലെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ കണ്ടന്റ് ഇല്ലാണ്ട് ക്യാമറയും പിടിച്ചിരുന്നിട്ട് ഇവൻ സമയം കളയും. അപ്പൊ അത് നമ്മളെ വലിയൊരു നഷ്ടമാണ്, ബാധിക്കും. അതുകൊണ്ട് ഞാൻ മാക്സിമം ആടി ഇരുന്നിട്ട് എന്റെ ജോലി സമയത്ത് ഞാൻ കണ്ടന്റുകൾ ആലോചിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കലുണ്ട്. പക്ഷെ ഗൈസ് ഇതിൽ ഞെട്ടിക്കുന്നില്ല ഒരു ഫണ്ണി ഫാക്ടർ എന്താന്ന് വെച്ചാല് അനിയന്റെ ക്ലാസ്മേറ്റിനെയാണ് ചേട്ടൻ പ്രേമിച്ച് കല്യാണം കഴിച്ചത്. ഈ ക്ലാസ്മേറ്റ് എന്ന് പറയുമ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു കുട്ടിക്കാലമൊക്കെ ആ ക്ലാസ്സിലെ കുറെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവും. എങ്ങനെയുണ്ട് ഏട്ടത്തിയമ്മ? എങ്ങനെയുള്ള ഒരു സ്റ്റുഡന്റ്? ഞാൻ പെൺകുട്ടികളോട് സംസാരിക്കാൻ തുടങ്ങിയതിനെ കുറച്ചേ ആയിട്ടുള്ളൂ. കുറച്ച് ആദ്യം അങ്ങനെ സംസാരിക്കുന്നില്ല. യൂട്യൂബ് തുടങ്ങിയ ശേഷം ഞാൻ മൊത്തത്തില് സംസാരം കുറച്ച് കൂടിയത് നേരം മുതലാണ്. ആദ്യം പഠിപ്പ്, പിന്നെ അധികം അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക, അങ്ങനെയാണ്. അല്ല, പഠിക്കാൻ പോകില്ല, അങ്ങനെയല്ലേ പറഞ്ഞത്. പഠിക്കുന്ന സമയത്ത് എന്നാ പറഞ്ഞത്. അങ്ങനെ പഠിക്കാനുള്ള ഫാമിലിയിലായാലും സംസാരിക്കുന്ന കുറവായിരുന്നു. നമ്മളെ കുടുംബം തന്നെ പറയും ഇവൻ മിണ്ടുകയില്ല. സംഗീതമാണ് പിന്നെ വായി ഈ കുട്ടീനെ വളച്ചെടുത്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ആദ്യമൊന്നും ആദ്യത്തെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഈ വീഡിയോ എല്ലാം എടുത്ത് തുടങ്ങിയതിന് ശേഷം പിന്നെ ഇങ്ങോട്ടേക്ക് വായി കൂട്ടാണ്ട് പോയി. ഇപ്പൊ എല്ലാം കണക്കന്നെ. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങളുടെ തന്നെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, എക്സ്പ്രഷൻ ഇട് ഇങ്ങനെ. ആ പെട്ടിയിലൊന്നും ഇരിക്കുന്നു അത് കാണുന്നത് ആലോചിക്കാം. അതായിരിക്കും നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരെ നോക്കുന്നല്ലേ. ഇത് നമ്മളെ കാണിച്ചു വരെ കണ്ടേക്കാം. ഓക്കെ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇപ്പം എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടോ? ഗിഫ്റ്റ് ഒക്കെ തരാറുണ്ട്. പ്രൊമോഷൻ കൊണ്ട കൊടുത്തിട്ടുണ്ട്. കയ്യിന്ന് കാശ് കൊടുത്ത് എന്ത് ഗിഫ്റ്റാ കിട്ടിയത്? ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് വാങ്ങി. അത് ഞാൻ മേടിച്ച് കൊടുത്തു വിടുന്നതാണ്. ഓന്റെ വക എന്താ കൊണ്ടുവന്നേ? ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് എന്താ തരാറുണ്ട്. ഒരു ഗിഫ്റ്റ് പറ. ഡ്രസ്സെല്ലാം വാങ്ങി തരാറുണ്ട്. പിന്നെന്താ അങ്ങനെ തന്നെ ഡ്രസ്സും ചെറിയ ഗിഫ്റ്റെല്ലാം കൊണ്ടുവന്ന് തരാറുണ്ട്. പ്രഗ്നന്റ് ആയെന്ന് ഇപ്പൊ രണ്ടാമത് പ്രഗ്നന്റ് ആയെന്ന് അറിഞ്ഞ ശേഷം എന്തെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ?
ഇതേപോലെ ബേബിക്ക് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി കൊടുത്തിട്ടുണ്ട്. സ്നേഹമുണ്ട് പാവോട്ടാ. വിളിച്ചു പറയണം. പക്ഷേ വരുമ്പോ നീ അത് നമ്മളെ ഓർത്ത് വെച്ചിട്ട് പറയാനും മാത്രം സംഭവം നമ്മൾ സാധാരണ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കടമാണ് അല്ലേ? മാത്രമേ ഉള്ളൂ. മസാല ദോശയൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ എപ്പോ അച്ഛൻ വാങ്ങിക്കൊടുത്ത് കൊടുക്കലുണ്ട്. ഓന് അതൊന്നും അറിയാനായില്ല. അപ്പൊ ഫ്രൂട്ട്സ് എല്ലാം കൊടുക്കും. ഫ്രൂട്ട്സ് കഴിക്കട്ടെ അറിയില്ല. അതെ, പിഞ്ചു കുഞ്ഞാണല്ലോ. ഒന്നും അറിയാത്ത കുഞ്ഞി കിടാവ്. മസാല ദോശ തിന്നാൻ അതൊന്നും അറിയില്ല ഓന്. ഞാൻ വരുമ്പോ ഞാൻ പാവം എല്ലാം പറയണ 2 ദിവസമായി വന്നിട്ട്. നീ എന്ത് കൊടുത്ത് പറ. എന്താ വേണ്ട ചോദിച്ചിട്ടില്ല. മസാല ദോശ, പരിപ്പ് വട അതെല്ലാം ഞാൻ കൊണ്ട് കൊടുക്കും. ഭയങ്കര സ്നേഹമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറൊരു ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് ചെറിയൊരു സെഗ്മെന്റ് തരാം നിങ്ങൾക്ക്. ഹൂ നോസ് മീ ബെറ്റർ. ഓക്കെ അടിപൊളി. നിങ്ങൾക്ക് തന്നെ ഒന്നും അറിയില്ല. ഓക്കെ, മനപ്പൊരുത്തം റൗണ്ട്. ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ അതിന് ആൻസർ എഴുതണം. ചീറ്റ് ചെയ്യാൻ പാടില്ല. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന കപ്പിൾ വിജയിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കല്യാണശേഷം നിങ്ങളുടെ വൈഫ് നിങ്ങൾക്ക് ആദ്യമായിട്ട് സ്വയം കുക്ക് ചെയ്ത് തന്ന ഫുഡ്. നമ്മൾ എഴുതണോ? ഞാൻ ഓർത്ത് പറയണ്ട. സോറി, ഭർത്താക്കന്മാര്. നിങ്ങൾ രണ്ടുപേരും എഴുതണം. എല്ലാരും എഴുതണോ? ആദ്യം കുക്ക് ചെയ്ത് തന്ന ഫുഡ്, കുക്ക് ചെയ്ത് തന്നെ ഉണ്ടാക്കി തന്ന ഫുഡ്. പാസിന് മേടിച്ചു തന്നെയല്ല. അമ്മ ഹെൽപ്പ് ചെയ്തിട്ടാ. അമ്മ ഞാനൊരു ടീം. അമ്മ വാച്ച് ചെയ്യണം. ഇവര് എണ്ണ നോക്കാനല്ലേ എഴുത്. ഗൈസ്, സംഭവം വെച്ചാൽ ഉണ്ടാക്കി അവർക്ക് തന്നെ ഓർമ്മയില്ല. കള്ളത്തരോ? ഇവർക്ക് ഇപ്പൊ ഓർമ്മയുണ്ടാവും. കാരണം അത്രയും ലൈവ് കുറച്ചിട്ട് വേഗം ഓനെ എളുപ്പം ഒന്നും കൊടുത്തിട്ടില്ല. വർഷങ്ങൾക്ക് മുന്നേ പോലും ഞാൻ ഇവളുണ്ടാക്കി തന്നു. ഇത്ര ഓർമ്മിച്ചിട്ട് ഉത്തരം കണ്ടിട്ട് നോക്കട്ടെ എന്ത് പറയാ. മലയാളത്തിൽ ഏതാണ് ഇംഗ്ലീഷ് എഴുതണം? ഓ, മലയാളത്തിൽ ഞാൻ വായിച്ചോളാം. നീ അറബിയിലേ ഒന്ന് എഴുതേ കഴിഞ്ഞിട്ടില്ലേ? എഴുതിയോ? ഈ രേഷ്മ എഴുതിയോ? ഓക്കെ, കൊടുക്കണേ. ഓർമ്മയുണ്ടോ? അവിടെ കൊടുക്കണം. ഇവിടെ ഈ രേഷ്മയ്ക്ക് ഓർമ്മയില്ല. ഞാൻ എഴുതി നമ്മൾ ആദ്യം എഴുതി ഓക്കെ, ഭർത്താക്കന്മാർ വായിക്കൂ. നിങ്ങളുടെ ആൻസർ എന്താ? ഞെട്ടണ്ട. എനിക്ക് ആദ്യം എന്താ ചായ. മീൻ. കുക്ക് ചെയ്ത് തന്ന ഫുഡ് ചായ ഫുഡല്ല. എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി തന്ന സാധനം ചായ. ഫുഡ് ഉപ്മാവ്. ഞാൻ റവി ഉപ്മാവ് ഞാൻ ഉമ്മാവ് എഴുതിയ ഓൾ ആകെ ഉണ്ടാക്കി കണ്ട സംഗീതൊക്കെ കണ്ട അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇന്നും ഉണ്ടാക്കുന്നത് ഒരു ഡൗട്ടും ഇല്ല. അത് ഇപ്പഴും അതിന്റെ കവറെടുത്ത് കൊടുത്തരാ വീട്ടിൽ. ഇത് പുട്ട് കടലായിരുന്നു. ഓക്കെ, ഇന്നലെ ആരും ഉപ്മാവായിരുന്നു. അപ്പൊ നിങ്ങക്ക് ഒരു അരിയും മത്തിക്കറിയും പോലെ ഞാൻ മീൻ കറി ടേസ്റ്റ് ചെയ്തു. അടുത്തത് ശരിയാക്കണം. ഒരു പോയിന്റ് ഇട്ട് അവർക്ക് ശ്രദ്ധിക്കേണ്ട അമ്പാൻ ഇതൊക്കെ. ഓക്കെ, അടുത്തത്. മലയാളത്തിൽ എഴുതാം. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നത് ആര്? നമ്മൾ രണ്ടുപേരും. നിങ്ങൾ കപ്പിൾസില്. നമ്മൾ കണ്ടില്ലേ? നിങ്ങൾ രണ്ടിലും ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നത് ആര്? അതേപോലെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നല്ലേ? ഇപ്പോ ഒന്നില്ലെങ്കിൽ താങ്കൾ, അല്ലെങ്കിൽ താങ്കളുടെ വൈഫ്. ഞാനല്ലല്ലോ. എന്തെത്ര ആലോചിക്കാൻ എഴുതിയോ? അല്ല അതല്ലേ എന്റെ ആൻസർ. നിങ്ങളുടെ ആൻസർ പറ. സംഗീതജ്ഞൻ ഏട്ടൻ. എന്താ ആൻസർ? ഞാൻ തന്നെ. കാണിക്കൂ. ഞാൻ ഓക്കെ, ഇവിടെ ഞാൻ അപ്പൊ ഞാൻ അറിയാണ്ട് മീഷോ നിങ്ങൾ അത്രയൊന്നും വാങ്ങിയില്ലല്ലോ. മീഷോ, ഫ്ലിപ്കാർട്ട്, നൈക്ക. അത്രയൊന്നും ഓക്കെ, അപ്പൊ നിങ്ങക്ക് ഒരു പോയിന്റ്. നമ്മൾ ഇത്ര ഒരേപോലെ കേട്ടോ. ഞാൻ ഇനി ഇവിടെ ഞാൻ അയ്യടോ, വെട്ടണോട്ടോ അത്. ഓക്കെ, ഒന്ന്. അടുത്തത്, ആദ്യമായിട്ട് വൈഫിന് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ്. ആദ്യമായിട്ട് ഓർമ്മയുണ്ടോ? അല്ല എന്തൊന്നും പർട്ടിക്കുലർ സാധനം എഴുതണം അങ്ങനെയാ? ആദ്യമായിട്ട് കൊടുത്ത ഗിഫ്റ്റ്. അതൊരു പൂവാണോ? ഗിഫ്റ്റ് മറ്റൊരു ചില്ലിന്റെ സാധനമൊക്കെ ഇല്ലേ? ക്രിസ്റ്റലിന്റെ. എന്താ ഏട്ടൻ ആദ്യമായിട്ട് വാങ്ങി തന്നെ? ഇതിന്റെ എക്സ്പ്രഷൻസ് വാങ്ങി തന്നു. ഇവന് 10-15 കൊല്ലം മുമ്പിലേക്ക് ഒന്ന് ആലോചിക്കണ്ടേ? അതാണ് വിഷയം. ഞാനതാ ചിന്തിക്കുന്നത്. എത്ര കൊല്ലം മുന്നേ അറിയോ? നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഉണ്ടല്ലോ. മറ്റേ വാച്ച് കൊടുക്കാൻ അത് കൺഫ്യൂഷൻ. അതാണോ ഇതാണോ ഫസ്റ്റ് കിട്ടിയത്? ഞാൻ വാങ്ങി തന്ന ഇഷ്ടമല്ലേ?
ഈ രേഷ്മക്ക് എന്താ ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്തേ അതെഴുത്. ഞാൻ വാങ്ങിക്കൊടുത്തത്. പിന്നെ ഞാൻ വാങ്ങിച്ചു. അല്ല ഇവള് വാങ്ങി തന്നെയല്ലോ. അല്ല, അത് ഞാൻ ആ ഭർത്താവ് ഭാര്യക്ക് വാങ്ങിക്കൊടുത്തത്. ഓർമ്മയിലോട്ട് ഗിഫ്റ്റ് തന്നെ വേണം. അമ്മ പാവം. എഴുതിയാ കഴിഞ്ഞോ? നിങ്ങൾ പറ, നിങ്ങളുടെ ആൻസർ എന്താ? ഞാൻ പറയടാ. വാച്ച്. വാച്ച് എന്താ? ഡ്രസ് എഴുതി. ഓക്കേ, തെറ്റ്. എന്താ? ഞാൻ വാച്ച് baby. ശരിക്കും മോതിരം വാച്ച് ഒന്ന് മറന്നുപോയാ? എടാ ആ നമ്പ്യാർ മാസിന്റെ ചോട്ടിൽ എനിക്ക് ഞാൻ ആദ്യമായി ഒരു മോതിരം ഇട്ടെന്ന് അതാ പറഞ്ഞ മോതിരാന്ന്. രണ്ടുപേർക്കും പോയിന്റ് ഇല്ല ഈ റൗണ്ടില്. ഞാൻ തിരിച്ചു മറ്റേ ഇതായിട്ടുള്ള ഗിഫ്റ്റ് ഉദ്ദേശിച്ചത്. കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം വേണ്ട, വേണോ? 3 മതി. പറ്റത്തില്ല. ലാസ്റ്റ് ആണ്. ഇല്ലട്ടാ, വീട്ടുകാരോട് പറയാതെ ആദ്യം ട്രിപ്പ് പോയ പ്ലേസ് നിങ്ങൾ രണ്ടും അതറിയില്ല, ഞാൻ കൊല്ലും. പോയി നീ കാണണം. നമ്മളിങ്ങനെ നാട്ടിൽ ഇപ്പൊ അടുത്തുള്ള ബീച്ചോ പാർക്കോ എന്തോ എഴുതാലോ. അങ്ങനെ എഴുതിയാ മതിയാ? അങ്ങനല്ല, പോയ സ്ഥലം. ആ മൂന്നാർ, വാഗമൺ, ഊട്ടി, അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതാം. ഇതെല്ലാം കാണുമ്പോ അച്ഛൻ അല്ലെങ്കിൽ മറ്റേ ബീച്ച്, പയ്യമ്പലം ബീച്ച്, എനിക്ക് വീട്ടിലേക്ക് പോയി കൂടി അമ്പലം. പൊത്തുപിടി. നീനാണോടി നിന്നെ ഞാൻ പഠിക്കാൻ ആ ചോദ്യം വന്നപ്പോ അമ്മയുടെ മുഖം ഇങ്ങനെ നോക്ക്. എഴുതിയോ? നിങ്ങൾ വായിക്കാം ആദ്യം. കണ്ണൂര് കണ്ണൂര് കണ്ണൂർ. കണ്ണൂർ ബീച്ച്. കാണിച്ചേ. ഇതാ കണ്ണൂർ ബീച്ച്. കണ്ണൂർ ബീച്ച് പത്തോടെ പോയിട്ടുണ്ടോ? കൊടുക്കണം മാർക്ക്. ആ ഓക്കെ, പിന്നെ കണ്ണൂരിന്റെ ശരി. പിന്നെ കണ്ണൂർ ബീച്ച്. കണ്ണൂർ ഓക്കെ. കണ്ണൂർ ബീച്ചിലൊക്കെ ആയിട്ടുള്ള പോക്കല്ല അതിങ്ങനെ ആ കണ്ണൂര് കണ്ണൂര് കറങ്ങി നടന്നു. ഓക്കെ, ശരി. നിങ്ങളുടെ 1 പോയിന്റ്, അപ്പൊ 2 പോയിന്റ്. ബീച്ച്, ചൂട്ടാട് ബീച്ച്. എന്നാ ചൂട്ടാട് ബീച്ച്. അത് എന്റെ ജീവിത പ്രശ്നമാണ്. അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ ശ്വാസം കഴിക്കാൻ നമുക്ക് മനസ്സിലാക്കാതെ. ബേസ് റിസൾട്ട് വരാൻ പോലും ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെ. നിങ്ങൾ ഇതുവരെ ട്രിപ്പ് പോയതില് നിങ്ങളുടെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതുവരെ പോയതില്? അയ്യോ അത് എപ്പോഴും ഭർത്താക്കന്മാരോടല്ല നമ്മൾ ചോദിക്കുന്നത്, ഭാര്യമാർക്ക് കൊടുക്കാം. അവര് പറയട്ടെ ഇത്. എഴുത്. ആ ഇതുവരെ ട്രിപ്പ് കുറെ സ്ഥലം പോയിട്ടുണ്ടാവല്ലോ, അതില് ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? നമ്മൾ എഴുതണം. അത് നിങ്ങൾ രണ്ടുപേരും എഴുതണം. അപ്പൊ ഞാനൊരു സ്ഥലം ആദ്യം എഴുതി. അതില് സെപ്പറേറ്റ് ആയാലും വലിയ വിഷയമില്ലല്ലോ. നിങ്ങൾ ഒരുമിച്ച് പോയതില് ഒരുമിച്ച് വരച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതണം. നിന്റെ ഇഷ്ടപ്പെട്ട സ്ഥലം നീ എഴുതി നോക്ക്. ഞാൻ എഴുതി വെച്ചു. അതേപോലെ നമ്മള് പോയത്, നമ്മൾ നിങ്ങളും പോയതില്ലേ? അതെ, എഴുതിയോ? ഒറ്റക്കടി പോയിട്ടില്ല. ഇതിലെന്നാ എഴുതണ്ട? വേറെ പോയ സ്ഥലം ആരും എഴുതി. അതെ. കൊറേ സ്ഥലത്ത് പോയതുകൊണ്ട് ഓർമ്മയില്ല, അതാ പ്രശ്നം. അതാ പ്രശ്നം. പിന്നെ ബീച്ച് കണ്ണൂർ. അമ്മേനെ കൊണ്ടുപോയിട്ടുണ്ട് ഇത് beach ഇവര്. കണ്ടു. എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്? കഴിഞ്ഞേരം കഴിഞ്ഞാരോ എന്ത് കഴിഞ്ഞാരോ എന്ത് കഴിഞ്ഞാലോ അമ്മേനെ കൊണ്ടുപോയത് എവിടെയാ? ടൂർ. അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞാൽ പോയിന് പോകാണ്ടില്ല. ആ അമ്മേനെ കൊണ്ടുപോകാത്ത സ്ഥലമില്ല. ഓക്കെ. ഫസ്റ്റ് കൊറേ നേരമില്ല എന്നോട് ചോദിക്കുന്നത്. ആ ഫസ്റ്റ് നിങ്ങളോട് ഒരു വട്ടം ആദ്യം ചോദിച്ചിട്ട് എഴുതിയോ? ഓക്കെ, പറ. സെയിം, ചൂട്ടാട് ബീച്ച്. ഇവളിപ്പോ ബീച്ചിൽ തന്നെയാണല്ലോ. ഓക്കെ, പോയിന്റ്. ഇവിടെ വായിക്ക്. ഇവിടെ പോയി നീ. ഓക്കേ, നടക്കട്ടെ. ഇത് കഴിഞ്ഞിട്ടൊന്ന് കാണണമെന്ന്. നീ കണ്ണൂരിന്ന് ഇറങ്ങിയില്ല, ഞാൻ മണാലി. ഒരു ഇവള് ചൂട്ടാട് ബീച്ചിൽ, ഇവള് കണ്ണൂർ ബീച്ചിൽ. നമ്മളെ കുറച്ച് അടുത്തേക്ക് ശരി. ഞാൻ എവിടെയാണ്? മണാലി. ഒന്നുമില്ലെങ്കിൽ പോയതെങ്കിലും ഇവരോട് പറഞ്ഞൂടെ നമുക്ക് ആ മണാലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞില്ല നമ്മളെ പരിപാടി. ഇത് നിർത്തി കൂടെ നമുക്ക്. ഓക്കെ, ഒരെണ്ണം കൂടി. ഇനിയുണ്ട് 1, 2, 3. കല്യാണ ദിവസം ഭാര്യ ധരിച്ച ബ്ലൗസിന്റെ കളർ? അതൊരു പ്രത്യേക മിക്സ് ചെയ്തൊരു കളർ, പ്രത്യേകം പേര്. ഓ എനിക്ക് എളുപ്പമായത്. കല്യാണ ദിവസവും കല്യാണ ദിവസം ബ്ലൗസ് മാറ്റിയില്ല, സാരി മാത്രമേ മാറ്റിയിട്ടുള്ളൂ അല്ലേ? സാരി മാറ്റിയൊന്നും കൂട്ടണ്ട, ഫസ്റ്റ് സാരി മാറ്റി നോക്കണം. എന്നാ ചുരിദാറായിട്ട് നിങ്ങൾ ജീൻസ് ഇടാൻ പോയിട്ട് നിങ്ങളത് എടാ എനിക്ക് ഓർമ്മയുണ്ടല്ലോ നിങ്ങളത് മറന്നല്ലേ? റീൽ ഇട്ടിട്ട് അതിന്റെ തന്നെ 10 റീൽ ഇട്ടിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഓക്കെ, പറഞ്ഞോ, നിങ്ങൾ തന്നെ പറഞ്ഞോ. റെഡ്. ചുവപ്പ്, ഞാൻ മലയാളത്തിൽ റെഡ്. ഇവിടെ നമ്മള് ഇത് ചന്ദ്ര കളർ ഇതാ എടുത്തിട്ട് സെറ്റ് സാരി. സെറ്റ് സാരി എഴുതി ഞാൻ ഏത് ചന്ദ്ര കളർ വെള്ളം തടഞ്ഞിട്ട് ചന്ദന കളർ. എവിടെ കാണും?
വെട്ടിട്ട് എഴുതിയേക്കുന്നു. ഞാൻ സെറ്റ് സാരീന്റെ കളറ് ചന്ദന കളറില് മഞ്ഞ പുള്ളിക്കുള്ളി കൂടി മറ്റേ മുത്തൊക്കെ പിടിപ്പിച്ചത്. ഏകദേശം ചന്ദന കളർ ഓക്കെയാണ് പിന്നെ വേറെ കളറില്ല സെറ്റ് സാരി ആയിരുന്നു. അതും തെറ്റി. ഓക്കെ, അപ്പൊ എത്ര പോയിന്റ്സ് ഉണ്ട്? മതിയോ? നല്ല രസമുണ്ടായിരുന്നു. ഒരെണ്ണം കൂടി ചോദിക്കാം. നാടൂരില്ല. മൊത്തം എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു? അതെ, ഞാൻ എന്റെ ഇഷ്ടമുള്ളത് ഞാൻ അറിയില്ലേ 6 ക്വസ്റ്റ്യൻ. പോയിന്റ് ഇപ്പൊ എന്റെ 2 ശരി. അതിന്റെ 3 ശരി. ഓക്കെ, ജയിച്ച ടീം തോറ്റ ടീമിന് ഒരു ടാസ്ക് കൊടുക്കാം. പാവങ്ങളല്ലേ ജീവിച്ചു പോട്ടെ. എന്ത് ടാസ്ക് കൊടുക്കുക? ഏത്തോടല എന്തെങ്കിലും ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് കൊടുക്കാം. നമുക്ക് ഇവരെ മാസ്റ്റർ പീസ് ഒരു ഐറ്റം ഉണ്ട്. അത് എന്താ പാട്ട് പാട്ടുണ്ടായിരുന്നു പരിപാടിയില്ല. ഇരുന്നിട്ടുള്ള എന്തെങ്കിലും ടാസ്ക് അല്ലേ? സംഗീതമായിട്ട് റൊമാൻറ്റിക്കായി പാട്ട് പാടി കൊടുക്കണം. അയ്യോ എനിക്ക് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പാട്ട് പാടി, അതുകൊണ്ട് ഞാൻ ട്രോളിലെല്ലാം മറുപടി തിരിച്ചു കൊടുത്തിരിക്കും. ഇങ്ങനെയെല്ലാം പറയുന്നത് സീരിയസ് ആക്കി എടുത്താ ഓക്കെ, എന്നാ വേണ്ട ഇപ്പൊ റൊമാൻറ്റിക് ആയിട്ട് ഭാര്യക്ക് പാട്ട് പാടി കൊടുക്കാം. ഇത്രയും നല്ല ടാസ്ക് എവിടെ? സിമ്പിൾ അല്ലേ അത്? അത് പാട്ട് പാടി ഇപ്പൊ ഞാൻ നോക്കിയിരുന്ന ഞാൻ പുഷ്പം പോലെ പാടിയാണ്. അന്നാ അടുത്തത് തീർന്നില്ല കേട്ടാ. ഇങ്ങനെയാണ് നോക്കിട്ട് പാടാൻ പറ്റും. ഇല്ലേ എന്ത് ഡയലോഗ് പറഞ്ഞാലും മതി, ഡയലോഗ് പറഞ്ഞാലും മതി. ഓക്കെ, ടാസ്കിന്റെ ഭാഗമായിട്ട് പണിഷ്മെന്റ് ആവുന്ന ഒരു പാട്ട് പാടാൻ വേണ്ടി പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. പൂമുഖ വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു. ഞാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, അതേതാ പൂ? ഇപ്പൊ നമ്മള് പൊതുവെ യൂട്യൂബിലുള്ള ആൾക്കാർക്ക് വളരെ കുറെ റവന്യൂ കിട്ടാറുണ്ട്, ലക്ഷങ്ങൾ വരാത്ത ഈ ചോദ്യം ഞാനിങ്ങനെ വിചാരിക്കലായിരുന്നു. മറ്റേ കോടിയിടാ, ഓണക്കോടി, വിഷുക്കോടി, നിങ്ങൾക്ക് ഇപ്പൊ പൊതുവെ ഇങ്ങനെ കരക്കമ്പി ഉണ്ടല്ലോ, കുറെ ലക്ഷങ്ങൾ കിട്ടാറുണ്ട്, കാറ്, വീട്, ബംഗ്ലാവ്, ബിസിനസ് സാമ്രാജ്യങ്ങൾ, ഫുൾ ടൈം കാശ് ചെയ്തിട്ട് മണി ശരിക്കും എത്ര ലക്ഷങ്ങൾ കിട്ടാറുണ്ട്? ഈ ലക്ഷങ്ങളൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് വെക്കുന്നു? വേറെ തന്നെ റൂമെല്ലാം ആക്കിയിട്ടുണ്ട്. നമ്മള് എല്ലാരും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കും അറിയാം എന്തായാലും നമ്മൾ കൃത്യമായിട്ട് പറയാൻ പോകുന്നില്ല അതുള്ള. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു ചാനലുകാരും നിങ്ങൾ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. പിന്നെ യൂട്യൂബിൽ നിന്ന് റവന്യൂ വരുന്നുള്ള സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം. വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വരും, വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വരും, വീഡിയോ ഇട്ടില്ലെങ്കിൽ അത് വരില്ല. അപ്പം വീഡിയോ നമ്മള് പിന്നെ ഷോർട്സ് വീഡിയോസ് നമ്മൾ കൂടുതൽ ഇട്ടില്ല. നിങ്ങൾക്ക് അറിയുന്നത് നമ്മള് ആകെ മാസത്തിൽ കഴിഞ്ഞ മാസം ലോങ് വീഡിയോ ഒന്നും പോലും ഇട്ടില്ല. അപ്പൊ നമ്മള് അങ്ങനെ മത്സരിച്ചിട്ട് അങ്ങനെ വീഡിയോന്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പായാന്നൊക്കെ ഇല്ലാന്ന് തോന്നുന്നു. വീഡിയോന്റെ കാര്യത്തിലെ പായുവാന്നെല്ലാം പറയുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഓടുക, പായുന്ന് ഓടുക അങ്ങനെയല്ല. അതായത് വീഡിയോസ് അങ്ങനെ മത്സരിച്ചിട്ട് ഇടലില്ല. കാരണം ഒരു മാസം അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ ഇടുമല്ലോ. ഷോർട്സ് പക്ഷെ മാക്സിമം നമ്മൾ ഇടാൻ നോക്കലുണ്ട്, എല്ലാ ദിവസവും ഇടാൻ നോക്കലുണ്ട്. ആ ഷോർട്സിന്റെ ഒരു റവന്യൂ വരുന്നുണ്ട്. അല്ലാതെ ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് വരുന്നുണ്ട്. എത്ര ഏതാന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം അറിയാം. ഞാൻ പറയില്ല. ഫസ്റ്റ് ഇൻകം വെച്ചിട്ട് എന്താ ചെയ്തേ? യൂട്യൂബ് റവന്യൂ ഫസ്റ്റ് ആദ്യം വന്നൊരു എമൗണ്ട് ഉണ്ടാവല്ലോ. നമ്മള് മാക്സിമം ഈ കിട്ടുന്നതിൻ്റെ അകത്തുനിന്ന് മേടിച്ചത് വെച്ചാൽ ഇപ്പൊ ഒരു ക്യാമറ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ തന്നെ കുറെ സാധനം, ക്യാമറ വെക്കാനുള്ള മറ്റൊരു ബോക്സ്, പിന്നെ ലൈറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ തന്നെ മാക്സിമം മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ ഒരു 3 ക്യാമറയോ 4 ക്യാമറയോളം ഇപ്പൊ ഏകദേശം ഗോപ്രോ അടക്കം നോർമൽ അങ്ങനെയുള്ള ക്യാമറകൾ, പിന്നെ ലൈറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിക്കൽ തന്നെയാണ്. ഫസ്റ്റ് മേടിച്ചത് ക്യാമറ തന്നെയാന്ന് തോന്നുന്നു അല്ലേ? ഫസ്റ്റത്തെ സംഭവത്തിൽ നമ്മള് അത് ഫസ്റ്റത്തെ കിട്ടിയപാടിനെ നമ്മൾ ആദ്യം പറഞ്ഞത് ഇനി മാക്സിമം കുറച്ചും കൂടി ക്വാളിറ്റിയിൽ കൊടുക്കുക വീഡിയോസ്. കാരണം നമുക്ക് അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ടാകുന്നല്ലോ വരുന്നത്. അപ്പം നമുക്ക് മാക്സിമം നല്ല ക്വാളിറ്റി കൊടുക്കാൻ ക്യാമറ തന്നെയാണ് ഫസ്റ്റ് വന്നത്.